നൂറ്റാണ്ടുകൾക്ക് ശേഷം മന്ത്രങ്ങളാലും വേദങ്ങളാലും മുഖരിതമാവുകയാണ് കശ്മീർ. അനന്ത്നാഗ് ജില്ലയിലെ പുരാതന മാർത്താണ്ഡ സൂര്യക്ഷേത്രത്തിനോട് ചേർന്നൊരു ശിവക്ഷേത്രവും യാത്രീ നിവാസവും ഒരുക്കുന്നു അധികൃതർ. ഇതിനായുള്ള ഭൂമിപൂജ നടന്നു കഴിഞ്ഞു. അയോധ്യയിൽ നിന്നുള്ള കലശവും ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നെത്തുന്ന ഭക്തർക്കായാണ് 12 മുറികളടക്കം സജ്ജീകരണങ്ങൾ ഒരുക്കി യാത്രീ നിവാസ് നിർമ്മിക്കുന്നത്. AD 370-നും 500-നും ഇടയിൽ റാണ ആദിത്യയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ മകനായ സാമ്പാണ് ഈ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് എന്നും 8-ാം നൂറ്റാണ്ടിൽ ലളിത് ദാതീയ രാജാവ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയായിരുന്നു എന്നും വിശ്വാസമുണ്ട്. 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രം പക്ഷേ ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. എങ്കിലും അതിന്റെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും ശില്പങ്ങൾക്കൊന്നും ഇതുവരെ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഹിന്ദുമത വിശ്വാസത്തിന്റെ വലിയൊരു സ്രോതസ്സായിരുന്നു മാർത്താണ്ഡ സൂര്യക്ഷേത്രം എന്നാണ് ഹിന്ദു പൗരാണിക ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നത്. ക്ഷേത്രത്തിന് മധ്യഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന വലിയ കെട്ടിടത്തിലെ സൂര്യഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഒരു ദിവസം മുഴുവൻ സൂര്യകിരണങ്ങൾ നേരിട്ട് പതിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു രത്നം പ്രദേശത്തെ ആകെ പ്രകാശപൂരിതമാക്കിയിരുന്നു എന്നാണ് ഭക്തർ വിശ്വസിച്ചിരുന്നത്. അതേസമയം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണത്തിലാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പൽഗാമിലേക്കുള്ള ദേശീയപാതയുടെ സമീപത്താണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴും ഒരു തീർത്ഥാടന കേന്ദ്രമായി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. കശ്മീരിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ സൂര്യക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി എത്തിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തി ക്ഷേത്രം സംരക്ഷിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ അനാഥമായി കിടക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ സൂര്യക്ഷേത്രം. ESI സംരക്ഷിത സ്മാരകമായ ഈ ക്ഷേത്രം അമൂല്യമായ പുരാതന ആത്മീയ പൈതൃകത്തിന്റെ പ്രതീകമാണ്. 600 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക അധിനിവേശ കാലത്ത് സുൽത്താൻ സിക്കന്ദർ ഷായുടെ കൈകളാൽ തകർക്കപ്പെട്ടതാണ് മാർത്താണ്ഡ സൂര്യക്ഷേത്രം. BJP സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 726-756 കാലഘട്ടത്തിൽ കർക്കോട്ട രാജവംശത്തിലെ 3ാമത്തെ ഭരണാധികാരി ലളിതാദിത്യ മുക്തപീഡയാണ് മാർത്താണ്ഡ ക്ഷേത്രം നിർമ്മിച്ചത്. 370-500 CE കാലഘട്ടത്തിൽ രണാദിത്യയാണ് ക്ഷേത്രത്തിന്റെ അടിത്തറ പാകിയത്. സൂര്യനെ സമർപ്പിച്ചിരിക്കുന്ന കശ്മീരി ഹിന്ദു ക്ഷേത്രമാണ് മാർത്താണ്ഡ ക്ഷേത്രം. ഹിന്ദു ദൈവമായ സൂര്യന്റെ മറ്റൊരു സംസ്കൃത നാമമാണ് മാർത്താണ്ഡ. 15-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുസ്ലിം ഭരണാധികാരിയായ സിക്കന്ദർ ബുത്ഷിക്കിന്റെ ഉത്തരവിനനുസരിച്ച് ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഒരു വർഷം നീണ്ടുനിന്ന നാശം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ നിന്ന് 5 മൈൽ അകലെയാണ് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അനന്ത്നാഗിന് സമീപമുള്ള മറ്റ് കാഴ്ചകളിൽ മാർത്താണ്ഡ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ 1-ാം സ്ഥാനത്താണ്. പ്രധാന പട്ടണത്തിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള അവയിലേക്ക് പ്രവേശിക്കാനും എളുപ്പമാണ്. കാശ്മീർ താഴ്വരയുടെ മുഴുവൻ ഭാഗവും കാണാൻ കഴിയുന്ന ഒരു പീഠഭൂമിയുടെ മുകളിലാണ് മാർത്താണ്ഡ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം 3 മൈൽ കിഴക്കായാണ് മാർത്താണ്ഡ ക്ഷേത്രം. കാശ്മീരിലെ ഏറ്റവും മികച്ച സ്ഥാനം. കാശ്മീർ മഹത്വത്തിന്റെ നിലവിലുള്ള എല്ലാ അവശിഷ്ടങ്ങളുടെയും വലിപ്പത്തിലും സാഹചര്യത്തിലും ഏറ്റവും ശ്രദ്ധേയമായത് ഈ കുലീനമായ അവശിഷ്ടങ്ങളാണ്. ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് 40 അടിയിൽ കൂടുതൽ ഉയരമില്ല. എന്നാൽ ചുറ്റുപാടുമുള്ള കോളനഡിലെ ഓടക്കുഴൽ തൂണുകൾക്ക് മുകളിലൂടെ ഉയർന്നു നിൽക്കുന്ന അതിന്റെ ദൃഢമായ ചുവരുകളും ബോൾസ് രൂപരേഖകളും ഇതിന് ഏറ്റവും ഗംഭീരമായ രൂപം നൽകുന്ന ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.